സ്പേസ് ചാനലിൻ്റെ ചലോ ബെത്ലഹേം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചലോ ബെത്ലഹേമിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. രാജാവിനെ തേടിയുള്ള രാജാക്കന്മാരുടെ വരവ്, യൂതന്മാരുടെ രാജാവ് എവിടെ? കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരുടെ ചോദ്യമാണ്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ വാക്കുകൾ തന്നെ പ്രശ്ന സൃഷ്ടിയാണ്. രാജാവ്, രാജാക്കന്മാര്, യഹൂദരുടെ രാജാവ്, യൂദയായില് ജനിച്ച രാജാവ് എന്നൊക്കെ പറയുമ്പോൾ രാജാക്കന്മാരെ, നിലനിൽക്കുന്ന രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വെറികൊള്ളിക്കുന്ന കാര്യങ്ങൾ, പ്രതിസന്ധികളാണ്. അങ്ങനെ 3 രാജാക്കന്മാർ കിഴക്ക് നിന്ന്, ഗാസ്പർ, മെൽക്കിയോർ, ബെൽത്താസർ എന്ന 3 രാജാക്കന്മാര് കിഴക്ക് നിന്ന് എത്തുകയാണ്. അതില് 4ാമത്തെ രാജാവായിട്ട് ആർത്തബാൻ എന്ന് പറയുന്ന ഒരു രാജാവ്. അത് കൃതികളിലൊന്നും കാണാത്ത ഒരു രാജാവാണ് ആർത്തബാൻ. ആർത്തബാനെ ചുറ്റിപ്പറ്റി ഒരു സിനിമയുണ്ട്. ഹെൻറി വാൻ അമേരിക്കക്കാരനാണ്. ഇൻ ദി അതർ വൈസ് മാൻ എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ദി അതർ വൈസ് മാൻ. ദി അതർ വൈസ് മാൻ ആയിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത് ആർത്തബാനെയാണ്. ഹെൻറി വാൻ ഡൈക്ക് എന്ന് പറയുന്ന സംവിധായകൻ ഈ ദി അതർ വൈസ് മാൻ ചിത്രീകരിക്കുന്നുണ്ട്. മൈക്കൽ റോഡ്സ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ സംവിധായകൻ. അതിൻ്റെ കാതൽ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്, പുൽക്കൂടിൻ്റെ രാജത്വമാണ്. ദി അതർ വൈസ് മാൻ. ആർത്തബാനെ ചിത്രീകരിക്കുന്ന വ്യക്തി ഹോളിവുഡ് താരമാണ്. മാർട്ടിൻ ഷീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ആർത്തബാനെ ചിത്രീകരിക്കുക. ഈ ആർത്തബാൻ 4 പേരും കൂടി യേശുവിനെ കാണാൻ വേണ്ടി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് പോകുന്നതിന് തീരുമാനമെടുക്കുകയാണ്. ദാവീദിന്റെ നക്ഷത്രത്തെ പിഞ്ചെന്നുകൊണ്ട്. അങ്ങനെ ദാവീദിന്റെ നക്ഷത്രത്തെ പിഞ്ചെന്നുകൊണ്ട് യാത്ര ചെയ്യാൻ അതിസാഹസികമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് ഇവർ മുതിരുകയാണ്. വെറും യാത്രയല്ല, സാഹസികമായ യാത്രയാണ്. ആത്മാവിനോട് സംഭാഷണം നടത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്, ആത്മീയ യാത്രയാണ്. നമുക്ക് വേണമെങ്കിലും പറയാം, രാജാക്കന്മാരുടെ ആത്മീയ യാത്ര. അവർ പുറപ്പെടേണ്ട സമയവും ഒക്കെ, അവർ കണ്ടുമുട്ടേണ്ട സമയവും ഒക്കെ നിജപ്പെടുത്തി. പക്ഷേ ആ നിജപ്പെടുത്തിയ സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടി ഈ ആർത്തബാന് സാധിച്ചില്ല. ഈ ആർത്തബാൻ പ്രായം ചെന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കാനായിട്ട് അദ്ദേഹം സമയം കണ്ടുപിടിക്കുക. അങ്ങനെ ആ രോഗിയുമായിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞുകൂടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്നും അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യവാനാക്കി തീർക്കുന്നതിന് വേണ്ടി പിന്നെയും ഒത്തിരി സമയമെടുത്തു. അദ്ദേഹത്തിൽ നിന്നും മനസ്സിലായി, ഇത് ബെത്ലഹേമാണ്, യേശുവിൻ്റെ ജനനം. അദ്ദേഹം
തൻ്റെ ഗൂഗിൾ മാപ്പിലൂടെ അന്ന് കണ്ടുപിടിച്ച് പറയുകയാണ്. അദ്ദേഹം പിന്നെയും യാത്ര ചെയ്യുക, പിന്നെയും യാത്ര ചെയ്ത് ബേത്ലഹേമിലെത്തി. എത്തിയപ്പോഴുണ്ട് അദ്ദേഹം കേൾക്കുന്നു, ഉണ്ണിമിശിഹ അവിടുന്ന് രക്ഷപ്പെട്ടു. ഔസേ പിതാവിനോടും മാതാവിനോടും ഇപ്പോൾ ഈജിപ്തിലേക്ക് പോയിരിക്കുന്നു. കഥ ചുരുക്കി പറഞ്ഞാൽ 33 വർഷം ഈ ആർത്തവാൻ യേശുവിനെ കാണുന്നതിനു വേണ്ടി യാത്ര ചെയ്തു. അവസാനം അദ്ദേഹം കരുതിയിരുന്ന സമ്പത്തെല്ലാം തീർന്നു. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വിറ്റഴിച്ചു. ഈ ബേത്ലഹേമിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇടത്ത് അദ്ദേഹം ഒരു രത്നം കൊടുക്കേണ്ടി വന്നു. തന്നെ ഭക്ഷണമൊക്കെ തന്ന് സഹായിച്ച ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കുഞ്ഞിനെ, 2 വയസ്സ് തികയാത്ത കുഞ്ഞിനെ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി പട്ടാളക്കാർ വന്നപ്പോൾ ആ പട്ടാളക്കാർക്ക് കൈക്കൂലിയായിട്ട് അദ്ദേഹം ഒരു രക്തം കൊടുത്തു. പിന്നെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോയപ്പോൾ ഈജിപ്തിലെ മലരാരണ്യത്തിലൂടെ കടക്കേണ്ടി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പറ്റം ആളുകളെ, ദരിദ്രരായിട്ടുള്ള ആളുകളെ, അവിടെ അവരെ ശുശ്രൂഷിച്ച് കുറച്ച് നാൾ അങ്ങനെ പോയി. പിന്നെയും അദ്ദേഹം ബേത്ലഹേമില് തിരിക്കുകയും അദ്ദേഹം യേശുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുകയും ചെയ്യുന്നു. യേശു ക്രൂശിക്കപ്പെടുന്നതിന് വേണ്ടി പിടിക്കപ്പെടുന്ന പെസഹ ആഴ്ചയിലാണ്. യേശുവിനെ കുറിച്ച് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ വഴിനീളെ അന്വേഷിക്കുകയും അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും യേശുവിൻ്റെ ജെറുസലേം ദേവാലയ പ്രവേശനം അദ്ദേഹം അറിഞ്ഞു. അങ്ങനെ ഈ പുണ്യ ഇടത്ത് ചെല്ലുന്നതിന് വേണ്ടി അവസാനം യേശുവിനെ ക്രൂശിക്കപ്പെടുന്ന ഗാഗുൽത്തായിലാണ് അദ്ദേഹം എത്തുന്നത്. ആർത്തവാൻ അവിടം വരെ എത്തിയപ്പോൾ 33 വർഷം കഴിഞ്ഞുപോയി. അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ ഒരു ഇമാജിനേറ്റീവ് കഥാപാത്രം ഈ പുൽക്കൂട് ചിന്തയില് നമുക്ക് നമ്മുടെ സാംസ്കാരിക ലോകം, നമ്മുടെ സിനിമ ലോകം നമുക്ക് തന്നിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഈ ആർത്തവാനോടൊത്ത് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. അല്ല, അങ്ങനെയാണ് നമ്മൾ പുൽക്കൂട്ടിലേക്ക് പോകുമ്പോൾ ഈ ആർത്തവാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ, അതാണ് പുൽക്കൂട് എന്ന്, പുൽക്കൂടിൻ്റെ പുണ്യം എന്ന് പറയുന്നത് അതാണ്. പുൽക്കൂടിൻ്റെ പുണ്യത്തിലേക്ക് നമുക്ക് കാതോർക്കാം.